ഹായ് ഓൾ, വെൽക്കം ടു എസ് ഡെയിലി ഡോസ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഫുൾ ഡേ നിൽക്കുന്ന ഒരു ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ടാകുന്നത് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടാണ്. രാവിലെ തന്നെ മോനുമായിട്ട് ഒരു റൗണ്ടൊക്കെ നടക്കാൻ പോയി. ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അല്പം പുട്ടും പിന്നെ അന്ന് സ്പെഷ്യലായിട്ട് കടലക്കറിയായിരുന്നു. കടലക്കറിയും ഒരു എഗ്ഗും അതായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിരുന്നത്. ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. വെട്ടും ഒരു ദിവസം വെട്ടിയാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അവർക്ക് നഖം വരും. ഒരു ഡാൻസ് കളിച്ചാലോ? എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വീട്ടിലെ പ്ലേസ് എന്ന് പറയുന്നത് അത് അടുക്കള, കിച്ചണാണ്. കിച്ചൺ ഏരിയയാണ്. അവനറിയാം അവിടെയാണ് അവന് വേണ്ട പാപ്പമൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അവൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മോന് കൂര വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇറങ്ങി. കൂരവിൻ്റെ കൂടെ ആദ്യം ഫസ്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ കൂരവ് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂരവിൻ്റെ കൂടെ തന്നെ കുറച്ച് സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സീഡ്സിൽ ഞാൻ എടുക്കുന്നത് പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ അതിൻ്റെ കൂടെ ബദാം, പിസ്ത, ഈത്തപ്പഴം ഇവയെല്ലാം ഓരോന്ന് വീതം എടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. വെറും കൂരവ് അരച്ച് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കുറച്ച് സീഡ്സും കൂടെ യൂസ് ചെയ്ത് കൊടുത്താൽ അവർ കുറച്ചും കൂടെ കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പീനട്ടും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് പീനട്ടും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഒരു 3, 4, 5 വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കൂരവ് അരച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കോള് വന്നു. അപ്പോൾ ഡെലിവറി ബോയ് ആയിരുന്നു. മോന് വേണ്ടിയിട്ട് ഡയപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വരത്തില്ല, താഴോട്ട് പോയി അത് പിക്ക് ചെയ്തു. 1 മാസത്തേക്കുള്ളതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ബാലൻസൊക്കെ അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ച് എല്ലാം ശരിയാക്കിയതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പം മീനൊക്കെ വൃത്തിയാക്കി അമ്മയാണ് വൃത്തിയാക്കിയത്. ഒരു മാങ്ങ കഴിക്കാനായിട്ട് എടുത്തു. കുറേ ദിവസം കൊണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു ഈ ചക്ക. ചെറിയത് വരിക്കയാണ്, ചെറിയ ചക്ക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചകിണിയേ ഉള്ളൂ, ചുളയൊന്നുമില്ല. സംഭവം പഴുത്തിട്ടുമില്ല, കഴിക്കാനും പറ്റത്തില്ല, മധുരമൊന്നുമില്ല എന്ന ചോളയ്ക്ക്. ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കുന്നതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് ഏകദേശം ഒരു 6 മാസമായി കാണും, എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഞാനിങ്ങനെ സാലഡ് കഴിക്കാറുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ആ സാലഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് സലാഡ് വെള്ളരിയും ക്യാരറ്റും ഒനിയനും കൂടെ കേർഡും കൂടെ യൂസ് ചെയ്യും. എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ സഹായിച്ച ഒരു ഫുഡെന്ന് പറയുന്നത് ഈ സാലഡാണ്. ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ ഒരുപാട് കഴിക്കുന്നതിന് പകരം ഇതുപോലെ ക്യാരറ്റും കുക്കുംബറൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വയറും ഫില്ലാവും, വിശക്കത്തുമില്ല, പെട്ടെന്നൊന്നും വിശപ്പ് വരത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ചോറ് യൂസ് ചെയ്യുന്നവർ അത് കുറച്ചിട്ട് ഇതുപോലെ സാലഡ് രൂപത്തിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ലഞ്ചിനായിട്ട് ഞാൻ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ തന്നെ ചോറ്, ഈ റൈസ് ഞാൻ ഈ ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കാറുണ്ടായിരുന്നുള്ളൂ, അതായത് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ. പിന്നെ ഇതുപോലെയുള്ള മലക്കറി ഐറ്റംസ് അത് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും. ഈ അവിയൽ, തോരൻ അങ്ങനെയുള്ളതൊക്കെ അത് കുറച്ചും കൂടെ എടുക്കും. അപ്പോൾ അതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഫില്ലാവും, വിശക്കത്തില്ല, പെട്ടെന്ന് വിശക്കത്തില്ല. ഇപ്പോൾ ചോറൊക്കെ അധികം കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ സാലഡ് രൂപത്തിൽ കഴിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വയറ് ഫില്ലിംഗ് ആവും, പിന്നെ കൂടുതൽ കാലോറീസും വരത്തില്ല. അത് സാലഡ് മാത്രമല്ല, നമ്മൾ വീട്ടിലല്ലാതെ വെജിറ്റബിൾ ആയിട്ട് രൂപത്തിലുള്ള ഇതുപോലെ അവിയലും തോരനും അതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് എത്ര കഴിച്ചാലും നമുക്കങ്ങനെ ശരീരം അങ്ങനെ വയ്ക്കത്തൊന്നുമില്ല. വെയിറ്റ് ലോസൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ സഹായമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അല്പനേരം ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം കുറച്ച് മുറ്റം അടിക്കാനുണ്ടായിരുന്നു, അതിനായിട്ട് ഇറങ്ങി.
ഈവനിങ് ടൈം ആയപ്പോഴേക്കും ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ തന്നെ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക.